ഹായ് സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാ വണ്ടിയിൽ നിന്നും. ചിറ്റാർ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളൊരു യാത്ര പോവുകയാണ്. എവിടേക്കെന്നല്ലേ, നമ്മൾ തമിഴ്നാട്ടിലെ തൃപ്പരപ്പിലേക്കാണ് പോകുന്നത്. തൃപ്പരപ്പ് വാട്ടർഫാളൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. നമ്മളിപ്പോൾ തൃപ്പരപ്പിലെത്തി വാഹനം പാർക്ക് ചെയ്തു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കെല്ലാം നിരവധി കച്ചവട സ്ഥാപനങ്ങളാണുള്ളത്. ഇവയൊക്കെ താണ്ടി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ ഒരു 10 രൂപയുടെ ടിക്കറ്റുണ്ട്. അതെടുത്തിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകും. നമ്മൾ കുറച്ച് നടന്നാൽ മതി. കുറച്ച് നടന്ന് എത്തുമ്പോഴേക്കും മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ദൃശ്യമാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇവിടെ മനോഹരമായ ചെറിയൊരു ഗാർഡനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ദൃശ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. പരന്നൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ഏതാണ്ട് 300 അടി നീളവും 50 അടി ഉയരവുമാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത്. അപ്പോൾ ഇതിനടുത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി നീന്തി കളിക്കാം. അതിന് പ്രത്യേക ഫീസുണ്ട്. അതടച്ചു വേണം നമുക്ക് അവിടേക്ക് ഇറങ്ങാൻ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൊത്തം പാറക്കൂട്ടങ്ങളാണ്. പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. കേരള ഭൂപ്രകൃതിയുമായിട്ട് സാമ്യമുള്ള പ്രദേശങ്ങളാണ് ഇവിടെല്ലാം. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ, അടിപൊളി വെള്ളച്ചാട്ടം എല്ലാം നമുക്കൊന്ന് കാണാം. ഇവിടെ കുട്ടികളുടെ പാർക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ എത്തിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് ചിൽഡ്രൻസ് പാർക്കിനുള്ളിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു മുളങ്കൂട്ടം ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് തണൽ വിരിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലുമൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് കുറച്ച് നേരം ഇവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം. കുട്ടികൾക്ക് കളിച്ച് രസിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ള ബെഞ്ചുകളും മറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ആ സൈഡിൽ കുറച്ച് തണലുള്ള ഭാഗമുണ്ട്. അവിടോട്ട് പോയി നോക്കാം. കുട്ടികളൊക്കെ ഈ ഇതിനകത്തെല്ലാം കയറി കളിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് അടിപൊളി ഒരു ലൊക്കേഷനാണ് ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ്. കോതയാർ റിവറിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ഇതിനടുത്തായിട്ട് ഒരു ഡാമുണ്ട്, പേച്ചിപ്പാറ ഡാം. അത് 13 കിലോമീറ്റർ അകലെയാണ്. ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ചെക്ക് ഡാമുണ്ട്. ഇവിടുത്തെ കാർഷിക ആവശ്യത്തിനായിട്ട് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ചെക്ക് ഡാമാണ്. ആ ചെക്ക് ഡാമിലാണ് ഇവിടെ ബോട്ടിങ്ങും മറ്റും നടത്തുന്നത്. പെഡൽ ബോട്ടും അതുപോലെ തുഴയുന്ന ബോട്ടുകളും ഒക്കെ ഇവിടെയുണ്ട്. അതും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾക്ക് നീന്തി തുടിക്കാം. വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് രസിക്കാം. ഇവിടെ വരുന്നവരെല്ലാം മിക്കവാറും വരുന്ന മുഴുവൻ ആൾക്കാരും ഇവിടെ ഒരു കുളി നടത്തിയിട്ടേ പോകാറുള്ളൂ. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. മുകളിൽ ആ ചെക്ക് ഡാം ഉള്ളത് കൊണ്ട് തന്നെ ആ ചെക്ക് ഡാം നിറഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഭാഗത്തേക്ക് പതിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിയാക്കി നമ്മളിനി മുകളിൽ ആ ചെക്ക് ഡാമും ബോട്ടിങ്ങും ഒക്കെ ഉള്ള ഭാഗത്തോട്ട് ഒന്ന് പോകണം. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊന്ന് കാണാം. ധാരാളം വിദേശികളൊക്കെ എത്തുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കച്ചവട സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മളെ വരവേൽക്കുന്നത്. നമ്മുടെ കൂടുള്ള കുട്ടികളും സ്ത്രീകളും എല്ലാം ഇവിടെ കുറേ നേരം നിന്നിട്ടല്ലാതെ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അവർ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് മുകളിലെ ആ ചെക്ക് ഡാമിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കണം. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രമുള്ളത്. ശിവൻ്റെ ക്ഷേത്രമാണ്. വളരെ വലിയ മതിൽക്കെട്ടുകളോടുകൂടിയ ക്ഷേത്രമാണ്.
ഇവിടെ വരുന്നവരുടെ വാഹനങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ ഈ ചെക്ക് ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി ചെറിയ കടകളൊക്കെ ഉണ്ട്. അവിടെ ജ്യൂസും കരിക്കും അതുപോലെ പുളിമിഠായി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് രുചിക്കാം. അപ്പം മെയിൻ റോഡിൽ കൂടി നടന്നു പോയാൽ നമുക്ക് അങ്ങ് ദൂരെ കാണുന്ന ഒരു മനോഹരമായ ഒരു പാലമുണ്ട് അവിടെ. ആ പാലത്തിൻ്റെ മുകളിലൂടെ ഈ ബോട്ടിങ് നടക്കുന്ന ഭാഗത്തേക്ക് പോകാം. നമ്മൾ അവിടം വരെ പോകുന്നില്ല. ഇതിന് സൈഡിലായിട്ട് ഉള്ളിലേക്കൊരു വഴിയുണ്ട്. അതിലേക്കൂടെ കയറി നമ്മൾ ആ ഭാഗത്തെ മനോഹരമായ ആ പാലത്തിൻ്റെ കാഴ്ചയും ചെക്ക് ഡാമിൻ്റെ കാഴ്ചയും ഒന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കുകയാണ്. വളരെ രസകരമായ ഒരു അനുഭവമാണ് ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ധാരാളം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.